അപകടകരമായ വാദമാണെന്നാണ് ഇപ്പൊ ഹനീഫ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം 2012 വരെയും അപകടകരമായ വാദമാണ് വെച്ച് പുലർത്തിയത്. ഇനി ഈ ശിർക്കാരോപണം കൊണ്ടുവന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ 2 കഷ്ണമാക്കി അധികാരം പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിച്ച സാക്ഷാൽ കോക്കസ് നേതാവ് അബ്ദുറഹ്മാൻ സലഫി, അയാളോട് ചോദിച്ചു ജിദ്ദയിൽ നിന്ന് ഒരു പ്രവർത്തകൻ, ആദ്യം ചോദ്യം കേട്ടോളൂ, പിന്നെ അതിന്റെ ഉത്തരം നമുക്ക് മെല്ലെ മെല്ലെ ബയാൻ ചെയ്യാം. എന്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റു 2 പേരുടെ ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത 2 പേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിന്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും, എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ കേനം അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം, വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമായിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ ചോദ്യം? വിജനമായ സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ, അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ചോദ്യകർത്താവിന്റെ വീക്ഷണത്തിൽ അത് പ്രാർത്ഥനയാണ്. ഇയാൾ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചതാ. എന്തിന്? മടവൂരികൾ ഇതിങ്ങനെ ശിർക്കാന്ന് പ്രചരിപ്പിച്ചപ്പോ അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ ചെന്നപ്പോ ചോദ്യം ചോദിപ്പിച്ച് മറുപടി പറഞ്ഞതാ. അപ്പൊ അത് ശിർക്കാവുകയില്ല എന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാഹി മാസിയിലും പറഞ്ഞിട്ടുണ്ട്. എന്താ ആ വിളി ശിർക്കാവോ അല്ലേ? ഏതാ ഹദീസ്? യാ ഇബാദല്ലാഹി തുനി. അതിനെപ്പറ്റി മൂപ്പര് നേരത്തെ എന്താ പറഞ്ഞേ? കള്ള ഹദീസും പിടിച്ചിട്ട് വിജനമായ മരുഭൂമിയിൽ നിന്ന് ജിന്നിനെ വിളിക്കാൻ വേണ്ടി കള്ള ഹദീസും കൊണ്ടുവരികയാണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. എന്നാൽ ഒച്ചട്ട മനസ്സിലാക്കണം, സലഫി വലിയ ഒച്ചട്ട, അത് പച്ച നുണയായിരിക്കും എന്നാണ് മൂപ്പരെ സഹോദരൻ പറഞ്ഞിട്ടുള്ളത്. സഹോദരന്റെ പേര് ഞാൻ പറയില്ല. ഞങ്ങൾ അബ്ദുറഹ്മാൻ വലിയ ഒച്ചട്ട നുണയായിരിക്കും. ശാന്തമായി പറഞ്ഞാൽ കുറച്ചൊരു സത്യം ഉണ്ടാവും. കേട്ടോളി, വളരെ ശാന്തമായിട്ട് പിന്നെ മറുപടി അറിയാം. മുഹദ്ദിസ് വരികയാണ്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത്, ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ള ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് എന്താ? നല്ലോണം മനസ്സിലാക്കണം. ശിർക്കാണോ എന്നാ ചോദ്യം. യാ ഇബാദല്ലാഹ് എന്ന് ജിന്നാകട്ടെ മലക്കാകട്ടെ സഹായിക്കണേ എന്ന ഉദ്ദേശത്തിൽ വിജനമായ മരുഭൂമിയിൽ വെച്ച് വിളിച്ചാൽ ശിർക്കാണോ? ഒന്നാമത്തെ മറുപടി, ദുആ ആണെങ്കിൽ ശിർക്കാണ്. മരിച്ചോലാകട്ടെ, ജീവിച്ചോലാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ. അപ്പൊ റസൂൽ അങ്ങനെ യാ ഇബാദല്ലാഹ് എന്നിങ്ങനെ അല്ലല്ലാത്തവരെ വിളിക്കാനുള്ളൊരു വിളി, ഒരു പ്രാർത്ഥന അങ്ങനെ പഠിപ്പിക്കൂല. അതുകൊണ്ട് മരിച്ചോലാകട്ടെ, ജീവിച്ചോലാകട്ടെ, ദുആ ആണെങ്കിൽ ശിർക്കാണ്. ദുആന്റെ അർത്ഥത്തിലുള്ള ഇസ്തിഗാസയാണെങ്കിലും ശിർക്കാണ്. അപ്പൊ ഇത് ദുആ അല്ല. ഒന്നാമത്തെ മറുപടി അതാണ്. ഇനി അടുത്തത്, രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക്
അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഹദീസിനെ പറ്റി മൂപ്പര് പറഞ്ഞു, അൽബാനി ഇബ്നു തൈമിയ്യന്റെ സനദിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കള്ള ഹദീസ് മൂപ്പര് പറഞ്ഞോ? പറഞ്ഞില്ല. അതിപ്പോ കേന്ദ്രം ഇലക്ഷന് വേണ്ടി പുതിയ കണ്ടുപിടുത്ത കള്ള ഹദീസ്. ഹദീസിന് ന്യൂനത ഉണ്ട്. പക്ഷെ ഹദീസിന്റെ ഇതൊന്നും നോക്കാതെ നേർക്കുനേരെ നിങ്ങൾ എടുത്താൽ, സനതൊന്നും നോക്കാതെ ആ വിളി മാത്രം എടുത്താൽ എന്തേ ഉള്ളൂ? മണ്ടിയേരിയോ എന്ന് പറയണ മാതിരിയുള്ളൂ. അത് പറയുമ്പോ ഒരു മലപ്പുറത്തേരനാകല. ആയിക്കോട്ടെ, ആ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളൂ? ജായിസല്ലത്? മണ്ടിയേരിയോ എന്നുള്ള വിളി ഹറാമ? അല്ല. കുഫ്ര, ശിർക്ക? ഒന്നുമല്ല, ജായിസാണ്. അപ്പൊ ആ വിളി അത്രേ ഉള്ളൂ. അത് ശിർക്കിലേക്ക് പോകുന്ന വിളി തന്നെയല്ല, ശിർക്കിലേക്കുള്ള വഴി പോലും അല്ല, ജായിസാണ്. അപ്പൊ ആരാ അപ്പൊ മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കാൻ വേണ്ടി പറയണത്? അതാരെ മരിച്ചോലെയാണോ? അല്ല. എന്റെ ശബ്ദം കേൾക്കുന്നിടത്ത് ആരാണുള്ളതെങ്കിൽ അവര് കേട്ടിട്ട് ഉത്തരം ചെയ്യട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി കേട്ടോളൂ, ബാക്കി കേട്ടോളൂ. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. ഒരപാകത ആർക്കും കാണാൻ കഴിയില്ല. ഇപ്പൊ വിളിക്കാം എന്നല്ലേ? ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അല്ലേ, മണ്ണാർക്കാട് പറഞ്ഞു ദുർബലമാണ് മുസ്ലിയാർ, അവിടെ ഉദ്ധരിക്കാൻ പാടില്ല, തെളിവിന് കൊള്ളൂല, നമ്മൾ തമ്മിൽ തർക്കത്തിൽ ഇസ്തിഗാസല്ല, ഇയാള് അമൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല, അതിലൊരു അപാകതയും ആർക്കും കാണാൻ സാധ്യല്ല. അപ്പൊ യാ ഇബാദല്ലാഹ് ഈസൂനി എന്ന് വിജനമായ സ്ഥലത്ത് മലക്കോ ജിന്നോ കേക്കട്ടെ വിചാരിച്ച് വിളിച്ചാൽ അതിലൊരു അപാകതയും ഇല്ല. ആരാ പറയുന്നത്? ആ വിളി ശിർക്കാണെന്ന് ക്യാമ്പയിൻ നടത്തുന്ന ആള്. ഇത് ഈ കാൽസമൂല്യർ പറഞ്ഞ മാതിരി വാമൊഴി അന്തരീക്ഷത്തിൽ ലയിച്ചു പോകുന്നതല്ലേ? അങ്ങനെ ലയിച്ചു പോകില്ല, അപ്പൊ റെക്കോർഡാവും. കേട്ടോളൂ. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം നേടത്ത് എന്ന് നിർണയിക്കാൻ പറ്റുക? പൊതുവെ കണ്ടോ? അപ്പൊ വിജനസ്ഥലത്തിന് മാത്രല്ല, എവിടെയൊക്കെ ജിന്നുണ്ട് അവിടെയൊക്കെ വിളിക്കാനാ. നമ്മൾ വിജനസ്ഥലത്ത് അതീത് അവിടെ മാത്രം പരിമിതപ്പെടുത്തണം എന്ന് പറയുന്നത് ഇയാളതല്ല, ആമാക്കാണ്. ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ എന്ന് ആരാ പറഞ്ഞത്? മൊത്തത്തിൽ അവിടെ ഉണ്ടാകാന്നല്ലത് എവിടെ ഉണ്ടായിക്കൂടെ? ഇനി ഉപരി പറയാ അവര് ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ളാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, പിന്നെ കോട്ടേജുകള്, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങള് എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല, യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്ത് പറയുന്നത്. തീർത്ത് പറഞ്ഞിട്ടുണ്ട് അന്ന്, പക്ഷെ അപ്പൊ ആ തീർപ്പിന്ന് പിന്നോട്ട് പോയി. അത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്ന് ഞാൻ തീർത്ത് പറയാണ്. ഇപ്പൊ പറയണതോ അത് അവരോടുള്ള പ്രാർത്ഥന ആണ് അല്ല എന്നാ പുറത്താക്കും. നേരെ ഉൾട്ട. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെയുണ്ട് ദീന്. ചെറിയ എന്തൊരു അപാകതല്ല, നേരെ ഓപ്പോസിറ്റ്. ഇത് അവരോടുള്ള പ്രാർത്ഥന ആണ് അല്ല എന്ന് ആര് പറഞ്ഞാലും അവനെ പുറത്താക്കുന്നു. അങ്ങനെ ഞാൻ പുറത്തായി. കേട്ടോളി.
പിന്നെ ഇവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവര് മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളും കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. ഇപ്പൊ പറയുന്നത് അതിൽ ശിർക്ക് വരുന്നുണ്ട് എന്നാണ്. പിന്നെ ജിന്നിവിടുന്ന് ആര് പറഞ്ഞു, മലക്ക് ഇവിടുന്ന് ആര് പറഞ്ഞു, മനുഷ്യനെ ഉദ്ദേശിച്ചല്ലേ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞത് എന്നാ ജാമീൻ എന്റെ കുട്ടികളെയൊക്കെ ചെല്ലി പഠിപ്പിച്ചു. ഇപ്പൊ അതാ കണ്ടോ, ഇയാളെന്നെ ഇപ്പൊ പറഞ്ഞു ഒരു റിവായത്ത് ജിന്ന് മാത്രം പെടുന്നുള്ള റിവായത്തുണ്ട്. നമ്മൾ പലയിടത്തും ചോദിച്ചു എവിടെ റിവായത്ത്, ഉരുണ്ട് മറിഞ്ഞ് ഷൗക്കാനി പറഞ്ഞിടത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോക്കസ് മൈക്ക രക്ഷപ്പെട്ടു. തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ റിവായത്ത് ജിന്ന് മാത്രം, ജിന്നും പെടുന്ന റിവായത്തിലുണ്ട്, മലക്കും പെടുന്ന റിവായത്തിലുണ്ട്. അപ്പൊ ജിന്നും പെടും മലക്കും പെടും എന്നൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്? അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെ പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല, പിന്നെ റിവായത്തിലുണ്ട്. ഈ ഹദീസിന്റെ വ്യത്യസ്ത റിപ്പോർട്ടുകളിലുണ്ട്. അതിൽ ജിന്ന് പെടും മലക്ക് പെടുന്ന്. പിന്നെ വേറെ ആരെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും ശാരിഹ്യങ്ങൾ പറഞ്ഞവർത്തല്ല, ഹദീസിന്റെ റിവായത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് അത് അവരോടുള്ള പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അതിൽ ശിർക്ക് വരുന്നില്ല. എന്താ ചോദ്യം? ജിന്നാകട്ടെ മലക്കാകട്ടെ എന്ന് വിചാരിച്ചാൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറഞ്ഞാൽ അതിൽ ശിർക്ക് വരുമോ എന്നാ ചോദ്യം. ചോദ്യത്തിന് ഇപ്പോഴാ മറുപടി പറഞ്ഞത്. എന്താ പറഞ്ഞത്? അതിൽ ശിർക്ക് വരുന്നില്ല. ഇനിയും കേട്ടോളൂ. പിന്നെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്നു കസീറിൽ മാത്രമല്ല അൽ ഇസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അൽ ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ ഇസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ് അൽ ഇസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതും കൂടിയാണ് വായിച്ചാല് അൽ ഇസ്ലാഹിലും ഉണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും. ആ ലേഖനം എഴുതിയ ആള് തന്നെ അതിനെ തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. കണ്ടോ, അൽ ഇസ്ലാഹിൽ വന്നത്. ഇപ്പൊ അവര് പറഞ്ഞ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസും അൽ ഇസ്ലാഹിൽ വന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ്. ഇപ്പൊ ഇയാളോട് എന്താ പറഞ്ഞത്? ഈ കുട്ടി ചോദിച്ചു അൽ ഇസ്ലാഹിലും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ സലഫി എന്താ പറയേണ്ടത്? അൽ ഇസ്ലാഹിൽ വന്നത് വേറെ, യാ ഇബാദല്ലാഹ് വേറെ. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല. അൽ ഇസ്ലാഹിൽ വന്നത് അതിൽ ചില തെറ്റ് വന്നിട്ടുണ്ട്, ശിർക്ക് വന്നു എന്ന് പറഞ്ഞോ? ഇപ്പൊ എനിക്കതിലുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് എന്താ? അൽ ഇസ്ലാഹിലൂടെ ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു എന്നാ ഇപ്പൊ പറയണത്. അതിന് ശിർക്ക് വന്നു ഇയാൾ പറഞ്ഞോ? അതിൽ ചില തെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ തെറ്റ് ലേഖകൻ തന്നെ തിരുത്തി. നോണ, ലേഖകൻ ഇതുവരെയും തിരുത്തിയിട്ടില്ല എന്നിട്ടാണ് ഇപ്പൊ അയാളെ പുറത്താക്കിയത്. അബ്ദുൽ ജബ്ബാർ മൗലവി ഇതുവരെയും തിരുത്താൻ തയ്യാറായിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി എന്നാണ് ഇവര് നാടൊട്ടുക്ക് വിശദീകരണ യോഗങ്ങളിൽ പറഞ്ഞത്. 2009 പറഞ്ഞ എന്താണ്? എഴുതിയ ലേഖകൻ തന്നെ അതിലെ തെറ്റ് തിരുത്തിയിട്ടുണ്ട്, അത് തൊട്ടടുത്ത ലക്കത്തിൽ വന്നിട്ടുണ്ട്, അതിന് വായിച്ച പ്രശ്നം തീരുന്നു. ഇപ്പൊ പറഞ്ഞത് എന്താ അറിയോ? അത് ലേഖനം തിരുത്തു കൊടുത്തില്ല, 8 മാസം താമസിപ്പിച്ചു. അതാണ് എനിക്കതിൽ ഒരു കുറ്റം. 23 ഒരു കുറ്റം. അതാ ഞാനതിന്റെ ആരാ? ഞാൻ ഇസ്ലാഹിന്റെ മാനേജർ അല്ല, സബ് മാനേജർ അല്ല, അല്ലെങ്കിൽ എഡിറ്റർ അല്ല, സബ് എഡിറ്റർ അല്ല, പ്രിന്റർ അല്ല, പബ്ലിഷർ അല്ല. എന്നിട്ടും പറയാം. അപ്പൊ കണ്ടോ, ഇത് സുഹൃത്തുക്കളെ വ്യക്തമായി പറഞ്ഞു. ഇസ്ലാഹിൽ വന്ന് തെറ്റുണ്ടായിരുന്നു, അത് തിരുത്തി. പക്ഷെ അനസ് പറയുന്നുണ്ട് ബഹ്റൈനിൽ നിന്ന് അത് തിരുത്തല്ല, വിശദീകരണമാണ്. ഇനി ബാക്കി കേട്ടോ നിങ്ങൾ. ഇനി മൂപ്പര് പറഞ്ഞെന്താ അറിയോ? ഹാജറ ബീവി സംഭവം, ഇതൊന്നും കൂടി ക്ലിയർ ആകാൻ വേണ്ടി ഹാജറ ബീവി സംഭവം. എന്താ ഹാജറ ബീവി സംഭവം? യാ ഇബാദല്ലാഹ് തമ്മിലുള്ള ബന്ധം. അവിടെ മലക്കാണ്, ഇവിടെ മലക്കും ചിഹ്നുമാണ്. അങ്ങോട്ട് കാണുന്നില്ല, ഇങ്ങോട്ട് കാണുന്നുണ്ട്. ശബ്ദം കേട്ടു, ആളെ കാണുന്നില്ല. അപ്പൊ സഹായം ചോദിച്ചു ഹാജറ ബീവി. അതാ രണ്ടും തമ്മിലെ ബന്ധം. യാ ഇബാദല്ലാഹ് എന്ന ഹദീസിനെ പറ്റി ചോദിച്ചപ്പോ ഹാജറ സംഭവം കൊണ്ട് മറുപടി കൊടുക്കുന്നു. ആര്? അബ്ദുറഹ്മാൻ സലഫി. കേട്ടോളി.
ഇനി ഒന്നുകൂടി ഞാന് പിന്നെ ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം. ഹാജറ, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഹാജറ ബീവി ഇങ്ങനെ ഇസ്മായിൽ വെള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക. അങ്ങോട്ടൊന്ന് ഓടി സൊഫന്റെ മുകളിൽ, അവിടെ ഒന്നും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല. ചുറ്റുഭാഗം നോക്കി, ആരും കാണുന്നില്ല. കുട്ടിന്റെ അടുക്കലേക്ക് ഒന്ന് വരും, പിന്നെ അങ്ങോട്ട് ഓടും, പിന്നെ ഇങ്ങോട്ട് ഓടും. ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ, ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. വളരെ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ പറഞ്ഞു, അഗിസ് അഗിസ് ഇൻ കാന ഇൻദക ഖൈർ. ആ ശബ്ദത്തിനോടായിട്ടാണ്, നിന്റെ അടുക്കൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ ലേശം വെള്ളം തന്ന് ഇന്നൊന്ന് സഹായിക്കണം, ഈ കുട്ടി ദാഹിച്ച് പരവശനായി കിടക്കാണ്. പിന്നെ ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോ മലക്ക് ജിബ്രീൽ അതാ ഇതിന്റെ കുളമ്പ കാലടി വന്നിടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു, ഉറവ വരുന്നു. അപ്പൊ ജിബ്രീലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇതെടുക്കാമോ? എന്നാ ഇതിന് മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടോ? അഗീസ്. അവിടെ ഉദ്ദേശിച്ചത് ആരെയാ? അഗീസ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാക്കളെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാര് ഇതും തെളിവിന് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അവിടെ ഹാജറയുടെ അഗീസ് എന്നത് ആരെങ്കിലും ആവാം, ആരാണെങ്കിലും ശരി, എനിക്ക് ഇവിടുന്ന് വെള്ളം കിട്ടണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ശബ്ദത്തിന്റെ നേരെ അവിടുന്ന് തിരിഞ്ഞിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നിട്ട് മരിച്ചവരോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ ജിന്നിന്റെ സഹായം കിട്ടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിന്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടുമെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം? അതിലും അർത്ഥമില്ലാത്തതാണ്. അപ്പൊ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല. മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല എന്നർത്ഥം. അപ്പോഴാണ് ചോദ്യം പൂർത്തിയായത്. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായ തേട്ടേ അതിലുള്ളൂ, അതിന്റെ അപ്പുറത്ത് പോയാലേ ശിർക്കാകുള്ളൂ, അത് ഇതിൽ വരുന്നില്ല. ഇപ്പൊ ഹാജറ സംഭവം ശബ്ദം കേട്ടപ്പോ ശബ്ദത്തോടായി പറഞ്ഞു. ഇപ്പൊ അനസ് മുസ്ലിയാർ പ്രസംഗിച്ചെടുക്കണത് ഒരു നല്ല യുവാവിന്റെ കോലത്തിൽ വന്നു, ആ യുവാവിനോട് ചോദിച്ചു, പിന്നെ കുറച്ചതിന്റെ ചിറകുകൊണ്ട് കുഴിച്ചു. അപ്പൊ യുവാവിന് ചിറകുണ്ടാവുമോ? അപ്പൊ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഹാജറ സംഭവത്തെ കുറിച്ച് ഇപ്പൊ എന്തൊക്കെയാ പറയേണ്ടതെന്ന് ഓലിക്ക് തന്നെ അറിഞ്ഞൂടാ. ഇദ്ദേഹം തന്നെ കണ്ടില്ലേ, ആദ്യം കുളമ്പ് തന്നു, പിന്നെ ചിറക് തന്നു, പിന്നെ കാലടി തന്നു. കുളമ്പോ ജിബ്രീലിന്? അപ്പൊ അതാണ്. അപ്പൊ ഈ വിഷയത്തിലൊക്കെ പലതരത്തിലുള്ള കൺഫ്യൂഷൻ ഇപ്പൊ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഹാജറ സംഭവം എന്നും നമുക്ക് പറയാവുന്നതാണ്. ആളെ കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നു, സഹായം ചോദിച്ചു, അത് ശിർക്കല്ല. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഒരു ജിന്നിനോടോ ഒരു മലക്കിനോടോ എന്തെങ്കിലും സഹായം ചോദിക്കാൻ? ഒരു ഭൗതിക സഹായം പറഞ്ഞു തന്നിട്ടില്ല, ഒന്നും ചോദിക്കാൻ പാടില്ല. എന്താ ചോദിച്ചാൽ സലഫി ഉലമാക്കൾ പറഞ്ഞു അത് ശിർക്കിലേക്കുള്ള വഴിയാണ്. ശിർക്കിന്റെ ഹുക്കുമെന്താ? ഹറാം. ശിർക്കിലേക്കുള്ള വഴിയാണെങ്കിൽ അതിന്റെ ഹുക്കുമെന്താ? ഹറാം. അതുകൊണ്ട് പാടില്ല. ഹറാം എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്താൽ കുറ്റമുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഇപ്പൊ ചില ആള് പറയാ ഹറാം എന്ന് പറഞ്ഞാ പോരാ, ശിർക്ക് തന്നെ പറയണം. എല്ലാം ശിർക്ക് എന്ന് പറയാം. മദ്യപാനം ശിർക്ക് എന്നറിയില്ലേ നമ്മള്? ഹറാം. വ്യഭിചാരം ശിർക്ക് എന്നറിയില്ലേ? ഹറാം. അല്ല, നിങ്ങൾ വ്യഭിചാരം ശിർക്ക് തന്നെ പറയണമെന്ന് ഒരാൾ വാശി പിടിച്ചാൽ നിങ്ങളെന്ന് പറഞ്ഞോളി, നമുക്ക് പറയാൻ പറ്റുമോ? ഒരു ശിർക്കാരി ശിർക്കല്ലാതെ ചെയ്യാന്നർത്ഥം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ ആദർശം. മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ പറഞ്ഞു പോകുന്നതാണ് ഇതിൽ ശിർക്കില്ല, ഇങ്ങനൊരു സാധ്യതട്ടുണ്ട്, അത് ശിർക്കില്ലാത്തതാണ്. എന്നിട്ടത് വലിയ അപകടകരമായ വാദമാണ്, ശിർക്കൻ വാദമാണ്, അത് തിരുത്തേണ്ടതാണ്. അതൊക്കെ 2012 KNM ഇലക്ഷൻ ഉണ്ടാക്കിയതാ, വല്ല ഒന്നല്ല. ഇനി അനസ് മുസ്ലിയാർ തന്നെ പറഞ്ഞു കേട്ടോളൂ. ഇതൊക്കെ കേട്ടിട്ടപ്പോ 100 ചില്ലാൻ ആള് പോയി തിരുവനന്തപുരത്ത്. അടുത്ത് ഞാൻ അതാ വിവരിക്കാൻ പോണത്. അനസ് മുസ്ലിയാർ പറഞ്ഞു കേട്ടോളൂ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് വിചാരത്തിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ മറിയ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുപടിയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ അവിടെ വന്ന് നിന്നപ്പോ അറീസ് അറീസ് എന്ന് ചോദിച്ചില്ലേ?
എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദ് മറുപടി പറയാം. വീണ്ടും പേര് ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യൂക്കും ആരാണ് അർശിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദ് മറുപടി പറയുന്നുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അനസ് മുസ്ലിയാർ തൗബ ചെയ്താ തീരൂല. മുജാഹിദുകളോട് പണ്ടേ ചോദിക്കുന്ന ചോദ്യം, വർഷങ്ങൾക്ക് മുമ്പേ മുജാഹിദുകൾ കൊടുക്കുന്ന മറുപടി, അത് തിരുത്തണം എന്നാ പറഞ്ഞത്. അപ്പൊ എന്ത് തിരുത്തണം എന്നാ? മുജാഹിദുകളുടെ പഴയ മറുപടികൾ തിരുത്തണം. ആരാ അവിടെ ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചത്? നിങ്ങൾ പറ. മുജാഹിദുകൾ പണ്ടേ കൊടുക്കണ മറുപടിയാ. യാ ഇബാദല്ലാന്നില്ലേ, ആജറാബി പറഞ്ഞില്ലേ, അതിനൊക്കെ കൊടുക്കുന്ന മറുപടി എന്താ? അതിൽ അഭൗതികതയില്ല, കാര്യകാരണബന്ധത്തിനപ്പുറത്തുള്ള സഹായമല്ല, അത് പ്രാർത്ഥനയല്ല, അതുകൊണ്ട് ശിർക്കല്ല. അതാണ് മുജാഹിദുകളുടെ പഴയ മറുപടി. ആ മറുപടി വർഷങ്ങളോളം കൊടുത്തിട്ട് KNM ഇലക്ഷൻ വന്നപ്പോ പറയാണ്, നമുക്ക് പുതിയ മറുപടി വേണം, നമുക്ക് മാറ്റം വരുത്തണം, എല്ലാവരും ഒപ്പിടണം, ഒപ്പിട്ടില്ലെങ്കിൽ പുറത്താക്കും. അതാണ് നിർബന്ധിച്ച് ഒപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാണെന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞപ്പോ ഞാൻ മടിച്ചു. ലോകത്തൊരു പണ്ഡിത സംഘടനയും പറയാത്തത് നമ്മൾ പറയാൻ പറ്റുമോ? ഒരൊറ്റ സലഫി ഉലമാക്കളും പറയാത്തത് നമ്മൾ പറയാൻ പറ്റുമോ? നമ്മൾ സൂക്ഷ്മത കാണിക്കണ്ടേ? ഒരു വ്യക്തിയല്ലല്ലോ, ഇതൊരു പണ്ഡിത സംഘടനയല്ലേ. കാലങ്ങൾ കഴിഞ്ഞാലും KJUവിന്റെ മിനിറ്റ്സിൽ ഇത് ഉണ്ടാവൂലേ എന്ന് ഞാൻ ചോദിച്ചപ്പോ ഭീഷണിയാ പിന്നെ ഉണ്ടായത്. ഇജ് ഒപ്പിടാതെ ഇവിടെ നിന്ന് ഇറങ്ങിയ, ഇജ് പുറത്ത് കണ്ടിറങ്ങിയ പോണത് പുറത്തേക്ക് തന്നെ ആയിരിക്കും, ഇജ് അകത്തുണ്ടാവൂല, സംഘടന രണ്ടാകും, ശിർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകളെ നിന്നെ നേതാവാക്കും. കാളെ പിറ്റേന്ന് ഇപ്പൊ ഈ കേരള ചരിത്രത്തിൽ ചെറുശ്ശേരിയെ പോലെയും കാന്തപുരത്തെ പോലെ തന്നെ ഓർക്കുക, സക്കരിയ ഒരൊറ്റ ഒപ്പുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കും. എന്താണ് എനിക്കത് അനുവദനീയാന്ന് അഭിപ്രായമില്ലല്ലോ, അത് ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്, ആ ബാബു അടക്കേണ്ടതാണ്, വർജിക്കപ്പെടേണ്ടതാണ്. പിന്നെന്താ ഒപ്പിടുന്നീന്? രണ്ടായാലും ഇത് നടക്കണ കാര്യമല്ലല്ലോ, ഇല്ലല്ലോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ചിന്തത ഒഴിവാക്കാൻ വേണ്ടി, ഫിത്ന ഒഴിവാക്കാൻ വേണ്ടി എനിക്കാണിച്ചത് അനുവദനീയാന്ന് എനിക്കും അഭിപ്രായമില്ലല്ലോ, രണ്ടു ഒട്ടും ഹറാമാന്നുള്ളിൽ എല്ലാവരും യോജിച്ചിരിക്കുന്നു. ആ നിലക്ക് ഞാൻ ഒപ്പിട്ടു. അപ്പോ അതോടെ പ്രശ്നം അവസാനിക്കണം. നമ്മക്കടിയിൽ രണ്ടഭിപ്രായം ഉണ്ടാകണ്ടെന്നിട്ടാണ് TP ഒപ്പിടിച്ച്. പിറ്റേന്ന് മുതൽക്ക് സക്കരിയ ഞങ്ങൾ ഒപ്പിടിച്ചു, നിർബന്ധിച്ച് ഒപ്പിടിച്ചു. അപ്പൊ അതും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വസ്തുത എന്താണ് എന്ന് വിശദീകരിച്ചു. അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം മാറ്റിയിട്ട് പുതിയൊരു ആദർശം കൊണ്ടുവന്നു. എന്നിട്ട് ആ ആദർശത്തിന്റെ പേരിൽ സഹപ്രവർത്തകന്റെ പേരിൽ ശിർക്ക് ആരോപിച്ചു. അങ്ങനെ KNM പിടിച്ചെടുത്തു. KNMന്റെ സ്ഥാപനങ്ങളൊക്കെ കൈവശപ്പെടുത്തി, സംഘടന പിടിച്ചടക്കി. ഇനിയിപ്പോ ISMന്റെ നേരെ തിരിയാൻ എപ്പോഴത്തെ പരിപാടി? KNMന്റെ ഏതായാലും ഒരു പരുവത്തിലായല്ലോ. ഞാനാണ് പുറത്തുമായി. ഞാൻ വരുന്നതിനും പോലും പറഞ്ഞിരുന്നു, ഒന്നാമത്തെ അജണ്ട സക്കരിയ സലാഹിയെ പുറത്താക്കലാണ്. അത് കഴിഞ്ഞു. പിന്നെ ISMന്റെ കഴിഞ്ഞ കൗൺസിൽ നിലവിൽ വന്നു. ഇലക്ഷൻ നടക്കാൻ പോകുമ്പോ ആരാണ് KNM പ്രതിനിധിയായിട്ട് പോവുക എന്ന് ചർച്ച വന്നു സെക്രട്ടേറിയറ്റിൽ, KNM സെക്രട്ടേറിയറ്റിൽ. അപ്പൊ ഈ കോക്കസ് നേതാവ് അബ്ദുറഹ്മാൻ സലഫി പറയാ, ഞാനാണ് പോണതെങ്കിൽ ഞാനൊരു പാനലുണ്ട് അവതരിപ്പിക്കും, അത് അംഗീകരിച്ചില്ലെങ്കിൽ പിരിച്ചു വിട്ടിട്ട് ഞാൻ പോരും. അപ്പൊ മറ്റൊരു സെക്രട്ടറി പറഞ്ഞത് ശരിയല്ലല്ലോ നിങ്ങളാ പറഞ്ഞത്, നിയമപരമായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അങ്ങനെ പിരിച്ചുവിടാൻ പറ്റുമോ? അങ്ങനെ അത് നടന്നില്ല. ആ ദേശീയാൾക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പൊ ഇക്കഴിഞ്ഞ 30/9/2012 എടവണ്ണ ജാമിയയിൽ വെച്ച് വീണ്ടും ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് കൂടി ISMനെ പൊളിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചാളൊക്കെ വിളിച്ചു കൂട്ടി, ഇയാൾ ISM അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചപ്പോ കൂടെയുള്ള ചില ഗ്രൂപ്പ് കോക്കസിൽ പെട്ടോല് ഇയാളാ വർത്താനം കേട്ടങ്ങോട്ട് പൊന്തമ കയറിയിട്ട് അങ്ങോട്ട് പിരിച്ചു വിട്ടാൽ എന്താന്ന് വെച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു ഭയങ്കര എതിർപ്പുണ്ട്, അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ പിരിച്ചു വിട്ടൂടാ. ISMൽ നിന്ന് തന്നെ എതിർപ്പ് വരണം. അതിനെന്ത് വേണം? കൗൺസിലർമാരെ പിടിക്കണം. എന്നിട്ട് കൗൺസിലർമാർ KNMന് ഒരു കത്ത് കൊടുക്കണം. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ KNM നടപടിയെടുക്കാം. അങ്ങനെ കഴിഞ്ഞ സംസ്ഥാന കൗൺസിൽ കുറച്ചാളുകളെ ചട്ടം കെട്ടി മജീദ് സലാഹിയുടെ നേതൃത്വത്തിൽ കുറച്ച് ഗുണ്ടായിസം ബഹളം ഉണ്ടാക്കാൻ നോക്കി. അപ്പോ ISM നേതാക്കൾ സംയമനം പാലിച്ചു. ISM നേതാക്കൾ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എന്നൊക്കെയാണ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അവര് ശരിക്കും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പ്രസംഗിച്ചു. അങ്ങനെ വല്ലാതെ ബഹളുണ്ടാക്കിയപ്പോ നേതാക്കൾ പറഞ്ഞു കൗൺസിലർമാരൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ബാക്കിയായത് 6 ആളും മജീദും. മനസ്സിലായില്ലേ? എന്നിട്ട് അവര് തയ്യാറാക്കി കൊണ്ടുവന്ന കോക്കസ് നേതാവിന്റെ നിർദ്ദേശപ്രകാരമുള്ള കത്ത് കൊടുത്തു. ഒപ്പിടാൻ ഒരു 8 ആളെയും കൂടി കിട്ടിയില്ല. മജീദ് ഏതായാലും ഒപ്പിട്ടില്ല. ഇതൊക്കെ നിഷേധിക്കട്ടെ, ഞാൻ പല സ്റ്റേജിൽ പറഞ്ഞു, ഇതിനൊന്നും മറുപടിയില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ ജിദ്ദ ക്ലിപ്പില്ലേ, എത്ര സ്ഥലത്ത് പറഞ്ഞു, വളരെ ക്ലിയർ ആണുള്ള വിഷയം. ഒരു സ്ഥലത്തും മറുപടിയില്ല. 1-2 സ്ഥലത്ത് അനസൊന്ന് നിരങ്ങി നോക്കി, നിരങ്ങിയപ്പോ കൂടുതൽ വഷളായി. അബ്ദുറഹ്മാൻ സലഫി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തെളിവിലൊക്കെ കൊടുത്തു നോക്കി. അതൊന്നും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല.
നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇത് നിഷേധിച്ചാൽ ഞാൻ പറയും ജാമ്യയിൽ ഇന്ന റൂമിൽ വെച്ചാ മീറ്റിംഗ് നടന്നത്, ഇന്നോലൊക്കെയാ പങ്കെടുത്ത്, ഞാൻ പറയും നല്ല പരിപാടി. അപ്പൊ അതുകൊണ്ട് ISM-നെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, MSM-നെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ കോക്കസിനെ നമ്മൾ ഈ സംഘടനയിൽ നിന്ന് പുറത്ത് ചാടിച്ചിട്ടില്ലെങ്കിൽ ഈ സംഘടന നശിക്കും, യാതൊരു സംശയമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ ഒറ്റക്കെട്ടായി പറഞ്ഞിരുന്ന, വർഷങ്ങളായി പറഞ്ഞിരുന്ന ആരോപണങ്ങൾ, ഈക്കക്കാരും ഏപ്പിക്കാരും മടവൂരികളും പറഞ്ഞിരുന്ന ആരോപണങ്ങൾ ഇപ്പോൾ ഇവർ ഏറ്റെടുത്തു. എന്തിനു വേണ്ടി? അധികാരത്തിന് വേണ്ടി. അവസാനം നമ്മളങ്ങ് വിശദീകരിച്ചപ്പോൾ പിന്നോട്ട് പോയി. ഇപ്പൊ പറയാണ് അങ്ങനെ വാദല്ല. പിന്നെ എന്ത് കുന്തത്തിനാങ്ങൾ ഈ പാവം പ്രവർത്തകരെ തമ്മിൽ തല്ലിച്ചത്? എന്തിനായിരുന്നു ഇത്? നിങ്ങൾ മാപ്പ് പറയണം മുജാഹിദ് കേരളത്തോട്. വെറുതെ ഇല്ലാത്ത വാദമുണ്ടെന്ന് പറഞ്ഞ് ആളുകളെ തമ്മിൽ തല്ലിച്ച് ചേരി തിരിച്ച് പരസ്പരം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയായി നാട്ടിലും വിദേശത്തും. അതല്ലേ ജമിയത്തുൽ ഉലമ വിശദീകരണം നടന്നത്? ഇപ്പൊ കണ്ടോ പുതിയൊരു ആരോപണം. സക്കരിയ സലാഹിയുടെ പ്രസംഗം കേട്ടിട്ട് 100ഓളം ആളുകൾ തിരുവനന്തപുരത്ത് സുന്നിയിലേക്ക് പോയിരിക്കുന്നു. എന്താ തെളിവ്? സിറാജ്. നല്ല മുതലാ സിറാജ്, അത്ര തെളിവ്. എന്നിട്ട് സിറാജിലത് വന്നാൽ അത് എടുത്തു പിടിക്കൽ ആരാ? കാന്തപുരത്തിന്റെ ആളുകള്. പക്ഷെ ഇവിടെ ആരെ എടുത്തു പിടിച്ചെന്നറിയോ? അത് നേരെ സൈറ്റിലിട്ടത് ഹിദായ. ഹിദായ പറഞ്ഞാൽ സന്മാർഗം എന്ന അർത്ഥം അല്ലേ? നമ്മൾ ആരെങ്കിലും മുജാഹിദിൽ ഒരാൾ പോയാൽ അത് കൊട്ടിഘോഷിക്കോ? സങ്കടല്ലേ നമുക്കുണ്ടാകുക? പടച്ചോനെ, തൗഹീദിൽ വന്ന ഒരാൾ ശിർക്കിലായി പോയി മരിക്കുകയാണല്ലോ അല്ലേ? എന്നാൽ ഹിദായ മൾട്ടിമീഡിയന്റെ സൈറ്റിൽ ആദ്യം നിങ്ങളൊന്ന് കണ്ടോളി. എന്നിട്ട് എന്നോടൊരു ഉപദേശം, സക്കരിയ മൗലവി, നിങ്ങൾ ഈ പ്രവർത്തനം ആർക്കാണ് ഉപകാരപ്പെടുക? സക്കരിയ സലാഹിയെ കൊണ്ടു നടക്കണോല് ചിന്തിച്ചോളി. ഇതാ ആളുകൾ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കുതന്ത്രം നടക്കുമ്പോ ഇങ്ങനത്തെ ഒരു വാർത്ത ഉണ്ടായ ആദ്യം നമ്മൾ എന്താ ചെയ്യാ? കാന്തപുരത്തിന്റെ ആളുകൾ ഈ മുടിസുന്നികളാ പറയണത്. അപ്പൊ ആദ്യം നിജസ്ഥിതി അന്വേഷിക്കണ്ടേ? ഖുർആൻ പറഞ്ഞത് എന്താ? ഹിദായക്കാരൻ പഠിച്ചു വെച്ചോ, ഇൻജാക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു അധർമ്മകാരി ഒരു വാർത്ത കൊണ്ടുവന്നാൽ അതിന്റെ നിജസ്ഥിതി നിങ്ങൾ അന്വേഷിക്കണം, അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. അൻ തുസീബു ഖൗമൻ ബിജഹാല. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് ഫോർവേഡ് ചെയ്തിട്ട് ഒരു ഖൗമിനെ നിങ്ങൾ അജ്ഞതയിലൂടെ, അവിവേകത്തിലൂടെ അവർക്ക് നിങ്ങൾ ആപത്ത് വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അന്വേഷിച്ചുറപ്പുവരുത്താതെ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ ഒരു ഖൗമിന് നിങ്ങൾ ആപത്ത് വരുത്തി വെക്കലാകും. പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ടി വരും. ഇപ്പൊ ഹിദായ പിൻവലിച്ചു എന്നാ കേട്ടത് അല്ലേ? പിൻവലിച്ചണോ? വല്ല സൈറ്റിൽ ഇപ്പോഴുണ്ടോ? ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് ഫോർവേഡ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പിൻവലിക്കേണ്ടതാണത്. ഇത് ഹിദായ മൾട്ടിമീഡിയ അല്ല, ഇത് ലലാല ഉൾട്ടാ മീഡിയയാണ് എന്ന് ഞാൻ പുളിക്കൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ചില ആളുകൾക്ക് പൊള്ളി എന്നാണ് കേട്ടത്. പൊള്ളി കിട്ട് കാര്യമല്ല, ലലാലത്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, യാതൊരു സംശയമല്ല. ആരാ പോയത്? RSS-കാരനായ രാകേഷ് ആദ്യം കാന്തപുരം സുന്നിയുടെ കൂടെ കൂടി. എന്നിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോ നീപ്പിച്ചിരുത്തിയ ബിംബത്തെ പൂജിച്ചിരുന്നവൻ കിടത്തിയിട്ട ബിംബത്തെ കെട്ടിപ്പിടിക്കുന്ന, ജാറത്തെ കെട്ടിപ്പിടിക്കുന്ന, ജാറത്തെ മുത്തുന്ന ആളുകളെ കണ്ടു. അപ്പൊ അവൻ മുജാഹിദായിട്ട് MSM-ന്റെ പ്രോഫ് കോണിൽ അവൻ സംസാരിച്ചത് കേട്ടോളൂ. ഈ കേരളത്തിലെ വലിയ മതപണ്ഡിത പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന സുന്നി പ്രസ്ഥാനം, അതിന്റെ നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടെ വന്ന് കാണുകയും അവിടെ നിന്ന് ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയും അങ്ങനെ ആ സമയം സ്വീകരിച്ച് ആ പ്രസ്ഥാനത്തിലേക്ക് പോവുകയും ചെയ്തു. കാരണം ഇസ്ലാം എന്തെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്തരം ആളുകളാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരെന്ന് കാണുകയും അവരുടെ വേഷ സംവിധാനവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ ആദർശം ഉൾക്കൊള്ളുകയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അതിലേക്ക് കടന്നു പോവുകയും അവിടെ പോയപ്പോൾ എന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്നേക്കാൾ അതിനപ്പുറമായ അവസ്ഥ. എന്താണ് അവിടെ കാണുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. ആളുകൾ ഇവിടെ നിർത്തിയിരിക്കുന്ന ബിംബത്തിന് മുമ്പിൽ അവരുടെ കാര്യങ്ങൾ അർപ്പിക്കുകയെന്ന് ഒരു ബോധമുണ്ടെങ്കിൽ ഈ ആളുകൾ പറഞ്ഞ് ഇതിലൂടെ മറ്റൊന്ന് കണ്ടെത്തുമെന്ന് പറയുന്ന ആളുകൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള അപ്പുറമുള്ള കാര്യങ്ങൾ. അങ്ങനെ കേരളത്തിലൊട്ടാകെ ഒരു സിയാർത്ത് ടൂർ സംഘടിപ്പിക്കുകയും കാന്തപുരത്തിനോട് പല സിയാർത്ത് ടൂറുകൾ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് മക്ബറകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാന്തപുരത്തിന്റെ ആ ഷേഖിന പല ഖബറുകളിലെയും തുണികൾ മുത്തുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്തരം ഒരു മത ആചാര്യൻ ഏകദൈവ വിശ്വാസത്തിനെ കൂടുതൽ പ്രോത്സാഹനം ചെയ്യുന്ന ഇസ്ലാമിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതും അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടത് എവിടുക്ക
വീണ്ടും കാന്തപുരത്ത് തന്നെ. നമ്പൂരി ചാണകം കണ്ടിട്ട് ചാടി നന്നു, നേരെ ചാണകത്തിന്റെ നടുവില്. എന്നതുപോലെ കാന്തപുരത്തെ രക്ഷപ്പെട്ട് നമ്മളെടുത്ത് വന്നു. എന്നിട്ടോ ഇപ്പൊ പിന്നെ ഖബറിനെ കെട്ടിപ്പിടിക്കുന്ന കാന്തപുരല്ലേ അവിടെ ഉള്ളത്? ഇപ്പൊ ഖബറിനെ മുത്തന കാന്തപുരല്ലേ രാകേഷ് അവിടെ ഉള്ളത്? ഇപ്പൊ രാകേഷ് എന്ന പേരഞ്ഞ് നല്ലത്, കാരണം രണ്ട് ഏതാണ്ട് ഇപ്പൊ ഒന്ന് തന്നെയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാണ് കെട്ടിഘോഷിച്ചത്. ഇവര് മാത്രല്ല, അനസ് മുസ്ലിയാർ പുളിക്കൽ വന്നിട്ട് സക്കരിയ മൗലവി നിങ്ങളാണ് ഇതിന് ഉത്തരവാദി, നിങ്ങളെ കൊണ്ടാണ് ഇതുണ്ടായത്. ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയി വിശദീകരിച്ചിരുന്നു. ഈ കോക്കസിന്റെ വിശദീകരണം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിരുന്നു. മനസ്സിലായില്ലേ? കോക്കസിന്റെ വിശദീകരണം അവിടെ പാളിപ്പോയി. ആളുകൾ അവസാനം സ്റ്റേജ് വരെ കയ്യേറിയിട്ട് ഓല് പറയൽ തുടങ്ങി. അതാ വിഷയം. അത് മറച്ചു വെക്കാനാണ് ഇപ്പൊ എന്ത് പറയണത്? സക്കരിയ സലാഹിന്റെ പ്രസംഗം കൊണ്ട് ഒരാള് പോയിട്ടുണ്ട്. സക്കരിയ സലാഹി ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളായിട്ട് കേന്നം പുറത്താക്കി. എന്നാ പിന്നെ നിങ്ങൾ കേന്നമിൽ നിൽക്കല്ലേ വേണ്ടത്? ഞാൻ പുറത്തല്ലേ, എന്റെ കൂടെ നിങ്ങളും പുറത്തേക്ക് വരിക. എന്ത് പോയത്താ? അല്ലെങ്കിൽ മടവൂരിയാകണം. എന്നാ പിന്നെ അതാ വേണ്ടത്. സക്കരിയ സലാഹി ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ആളാണ്, അതുകൊണ്ട് ഞങ്ങൾ മടവൂരിലേക്ക് പോകുന്നു. ഇത് പോയത് ഖുറാഫിലേക്കാ. വാസ്തവത്തിൽ ഇവൻ ഖുറാഫാത്തിലേക്ക് വീണ്ടും തിരിച്ചു പോയിട്ട് ഒരു കൊല്ലത്തോളായി. 2011 ഫേസ്ബുക്കില് ഇവൻ എന്ത് ചെയ്യുന്ന സംവാദം നടത്തലുണ്ട്. ഇവന്റെ പേര് വെച്ചോണ്ട് NVR ട്രിവാൻഡ്രം എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമോനെ. അതിൽ എഴുതിയിട്ടുള്ളത് എന്താ? ഖുറാഫി വാദങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഖുറാഫി വാദങ്ങൾ നമുക്ക് മറുപടിയായിട്ട്. പേര് NVR ട്രിവാൻഡ്രം. 2011 ഒക്ടോബറിലുള്ളതാണ് ഇപ്പോ സൈറ്റിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിപ്പോ 2012 ഒക്ടോബർ. ഒരു കൊല്ലം മുമ്പ് ഖുറാഫാത്തേക്ക് പോയിക്കണം. എന്നിട്ട് ഈ അനസുമല്ല ഇവിടെ വന്നിട്ട് പറയാ, പുളിക്കൽ വന്നിട്ട് സക്കരിയ സലാഹിന്റെ പ്രസംഗം കേട്ടിട്ട് മിഞ്ഞാന്ന് പോയതാന്ന്. എന്തൊരാഭിക മനുഷ്യൻ അധപ്പതിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇനി നോക്കൂ, ഫേസ്ബുക്കിൽ അവന്റെ സൈറ്റില് അവന്റെ പേജില് അവൻ ഇഷ്ടപ്പെട്ടത് ആരെയൊക്കെയാണ് ലൈക്സ് എന്നിട്ട് കൊടുത്തിരിക്കുക എന്ന് കാണിച്ചു കൊടുക്ക്. ഒന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം, അങ്ങനെയൊരു വൈകാരികത ഉണ്ടോന്. രണ്ടാമത്തത് ശ്രീമാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അൽ ബാഖവി അൽ മലൈബാരി അശേഖ്. ആരെ ഇവനാണ് ഇപ്പൊ മിഞ്ഞാന്ന് പോയി 2011 മറ്റൊക്കെ ഖുറാഫികൾക്ക് വേണ്ടി വാദിച്ചെന്ന് പറയും. മാസങ്ങൾക്ക് മുമ്പ് എന്റെ നിക്കാഹ് നടത്തി കൊടുത്ത ആരാന്നറിയോ? സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ. കണ്ടോളി, കണ്ട 1.5 മാസമായി എന്നും പറഞ്ഞ അതിൽ അപ്പുറമായി എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ അനസ് മുസ്ലിയാരെ? അങ്ങ് വിളിച്ച് കൂവല. കേട്ടത് പാതി കേൾക്കാത്തത് പാതി. കാളെ പറ്റൂന്ന് കയറെടുത്തോന്നറിയില്ല. ഇതൊക്കെ ഖുറാഫിയുള്ള സ്വഭാവല്ലേ? ഒരു മുജാഹിദ് സന്തോഷിക്കോ? ഒരു മുജാഹിദ് സ്റ്റേജിൽ ദാ ഞങ്ങളിൽ നിന്ന് കുറെ ആളുകൾ പോയിട്ടുണ്ടോ എന്ന് കൊട്ടിഘോഷിക്കോ? AP സുന്നിയുടെ നിലവാരത്തിലേക്ക് തരം താഴ്ന്നു പോയല്ലോ ഈ മുസ്ലിയാര്. എന്നാ സുഹൃത്തുക്കളെ, 2-3 ദിവസം മുമ്പ് ഹുസൈൻ സലഫി കാസർഗോഡ് വന്നിട്ട് ഈ വിഷയം അദ്ദേഹം സംസാരിച്ചൊന്ന് കേട്ടോളൂ നിങ്ങള്. പ്രസ്ഥാനത്തോടും ആദർശത്തോടും സ്നേഹമുള്ളവർ ഇത്തരം വിഷയം വരുമ്പോ അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചിട്ട് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യാ, അല്ലാതെ സിറാജ് വിശ്വസിച്ച് നടക്കല്ല. കേട്ടോളൂ. പിന്നെ നിങ്ങൾ ചില ചാരന്മാരൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് ഇതിനെ തകർക്കാൻ നോക്കും. താൽക്കാലിക ലാഭമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ തിരുവനന്തപുരത്തുനിന്ന് കുറെ ആള് പോയി, ഒരു ഗ്രാമം മുഴുവൻ പോയല്ലോ മുജാഹിദിന്. അപ്പോഴാ നമ്മൾ അറിയണത് ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ട്. ഇവരാദ്യം പറയുന്നത് മുജാഹിദിൽ ആരുമില്ല. ഒരു 1.5 മുജാഹിദ് ഇവിടെ, 2.5 മുജാഹിദ് കാസർഗോഡ്, ഒരു 1.25 മുജാഹിദ് പാലക്കാട്. ഇപ്പൊ നോക്കുമ്പോ തിരുവനന്തപുരത്ത് ഒരു ഗ്രാമം മുഴുവൻ മുജാഹിദാണല്ലോ. ഇവരെ കൂട്ടത്തിലേക്കാണ് പോയപ്പോ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ആൾക്കാർ ഇവരോട് ചോദിച്ചു, അല്ല മൂലയന്മാരെ, ഒരു ഗ്രാമത്തിൽ മുഴുവൻ ഇത്രയും മുജാഹിദുകൾ ഉണ്ടായിരുന്നോ തിരുവനന്തപുരത്ത്? നമ്മളെ ഭീമാപ്പള്ളി അവിടെ ഉണ്ടായിട്ട് ഇത്രയും മുജാഹിദ് ഒരു ഗ്രാമത്തിലോ? അപ്പൊ ഒരു മൂലയര് പറഞ്ഞു, ഒരു ഗ്രാമത്തിലൊന്നും അത്രയൊന്നുമില്ല, 100 ആളാണ്. 100 ആളാണ്. അപ്പൊ 100 ആളൊക്കെ ഉണ്ടോ? ഇല്ല, 100 അല്ലേ, 80 ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആ 80 ഉണ്ടായിരുന്നു, അവരെ പേരൊക്കെ ഒന്ന് പുറത്തുവിടുക. അല്ലാതെ ഒരു 0 കൂടി, അത് 8 ആയിരുന്നു. 8 കഴിഞ്ഞിട്ട് അതിൽ പങ്കെടുത്ത 8 ആളുണ്ട്. ആ 8 ആളായിട്ട് പത്രസമ്മേളനം നടത്തിയപ്പോ അയാൾ പറയുന്നു, ഞാനൊന്നും അറിയില്ല, എന്നെ അവിടെ കൊടുന്നിരുത്തിയപ്പോ ഞാൻ അവിടെ ഇരുന്നു എന്നല്ലാതെ എനിക്ക് ഈ വക പരിപാടിയൊന്നും അറിയില്ലായിരുന്നു എന്ന് അയാള്. വേറൊരുത്തന് ഇതിന് നേതൃത്വം കൊടുത്ത ഒരുത്തനോ, ഓനാകെ ആൾമാറാട്ട വീരനാ. ഒരു സ്ഥലത്ത് എന്നാ ഓന് കുഞ്ഞമ്പത് എന്നാ പേര്, വേറൊരു സ്ഥലത്ത് എന്നാ ഓന് നവാബ് എന്നാ പേര്, വേറൊരു സ്ഥലത്ത് എന്നാ ഓന് വേറൊരു പേരാണ്. ഇങ്ങനെ ഒരുപാട് പേരിൽ നടക്കുന്ന ഒരുപാട് രൂപത്തിലുള്ള പ്രത്യേകതയുള്ള വേറൊരാൾ. അവസാനം നോക്കുമ്പോ ഉള്ളി തോലൊളിച്ച മാതിരി പീഞ്ഞി വന്ന് നോക്കുമ്പോ അവസാനം ഒത്തൂല്ല. എന്റെ പേരിലുണ്ട്. ഈ കോലത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ നിങ്ങൾ വിചാരിച്ചു?
മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കിയ ഒരു കുട്ടികളെടുത്ത് കിട്ടൂല, ഒരൊറ്റ കുട്ടി കിട്ടൂല. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞതിന്റെ പേരിലാത്ര വരെ അങ്ങോട്ട് പോയത്. എടോ അതിലത്തെ കഥ ഈ പറഞ്ഞത്, അതിലത്തെ കഥ ഈ പറഞ്ഞ് ശനിയാഴ്ച വിളിക്കേണ്ട ജിന്ന്, ഞായറാഴ്ച വിളിക്കേണ്ട ജിന്ന് എവിടേക്കായി പോണത്? അങ്ങനെ പോയി.